ഹലോ ഗൈസ്, ഫൈൻഡ് റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിന്ന് ഒരു അടിപൊളി പ്ലോട്ടാണ് വിൽപ്പനക്ക് വെച്ചിട്ടുള്ളത്. മൊത്തം ഇത് 33 സെൻറ്റ് സ്ഥലമുണ്ട് കേട്ടോ. കോഴിക്കോട് പുല്ലാളൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത്. പുല്ലാളൂർ അങ്ങാടിയിൽ നിന്ന് ഒരു 100 മീറ്റർ ദൂരം, 100-150 മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്ലോട്ടിലേക്കുള്ളത്. നല്ല അടിപൊളി പറമ്പാട്ടോ. നമ്മൾ കോഴിക്കോട് പുല്ലാളൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ സ്ഥലം പുല്ലാളൂർ അങ്ങാടി തന്നെയാണ് കേട്ടോ. അങ്ങാടിയിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് ഇങ്ങോട്ട് മാറിയിട്ടൊന്നുമല്ല, അങ്ങാടിൻ്റെ ഉള്ളിൽ തന്നെ ആയിട്ട് വരും. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അതുപോലെ ബസ് ഇറങ്ങിയിട്ട് ഒരു 50-100 മീറ്റർ ദൂരമാണ് ഈ പ്ലോട്ടിലേക്കുള്ള ദൂരം വരുന്നത്. നല്ല അടിപൊളി പറമ്പ് കേട്ടോ. ക്ലാസ് പറമ്പ് എന്ന് പറയാൻ പറ്റില്ലേ, ആ രീതിയിലുള്ള പറമ്പാട്ടോ ഇത്. ചെറിയ കിണർ ഒഴിച്ചാൽ നല്ല അടിപൊളി വെള്ളം കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു പ്ലാവൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളി പ്ലാവ്. അതുപോലെ തന്നെ തെങ്ങ്, കവുങ്ങ്, ഇങ്ങനെയുള്ള എല്ലാ മരങ്ങളും ഇതിലുണ്ട് കേട്ടോ. തെങ്ങൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തേങ്ങയുള്ള തെങ്ങാട്ടോ. നമുക്ക് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് അവിടെ നിന്ന് വണ്ടി പോകുന്ന കാണാൻ പറ്റും. അത്രയും കണ്ടില്ലേ, വണ്ടി പോകുന്ന കാണാൻ പറ്റും. അത്രയും അടുത്താണ് ഈ സ്ഥലം ഉള്ളത്. ഇവിടേക്ക് ഇങ്ങനെ ഒരു കഷ്ണം മാറി ഒരു സ്ഥലം ഇങ്ങനെ കിടക്കുന്നുണ്ട്. നമ്മുടെ സ്ഥലത്തിന് സൈഡിലൊരു കുളമുണ്ട്. അപ്പം ഇതിൻ്റെ ഇവിടെ ഈ കുളയിൽ പെട്ടല്ല കേട്ടോ, നമ്മളെ സ്ഥലം ഈ പ്ലോട്ട് കാണുന്നതാണ്. ഇവിടെയൊക്കെ കിണർ വെച്ച് അടിപൊളി വെള്ളം കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ഈ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ നല്ല ഇവിടുന്ന് ഈ ചുറ്റുമതിൽ കെട്ടിക്കുന്നത്, ഈ സൈഡിൽ നിന്ന് സ്ഥലത്തിന് ചുറ്റും ഫുള്ള് ചുറ്റുമതിൽ കെട്ടിയിട്ടുണ്ട്. അതിലിപ്പോൾ വാഴ കൃഷി ഉണ്ട് കേട്ടോ. അപ്പോൾ അതോടെ നമുക്ക് സ്ഥലം കാണുന്നത് ഇതാ ഫുള്ള് കണ്ടില്ലേ, ഇവിടെ ഫുള്ള് ഇതാ ഇതുപോലെ ഇങ്ങനെ ഫുള്ള് ചുറ്റുമതിൽ കെട്ടിയിട്ടുണ്ട്. അതിൽ കിണറുണ്ട്. അടിപൊളി വെള്ളം കേട്ടോ. ഈ കിണറ്റത്തെ വെള്ളം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത് കേട്ടോ. അടിപൊളി വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ വെള്ളമാണ്. കിണറ്റിലുള്ള വെള്ളം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പം കണ്ടില്ലേ, ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും താഴത്തുള്ള ഇതിലിപ്പം ഒരു 3-4 പൊക്കത്തിൽ വെള്ളമുണ്ട്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും അടിഭാഗത്തുള്ള ചെറിയ മണൽ വരെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അത്രയും ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് ഈ സ്ഥലത്തുള്ളത്. 33 സെൻറ്റ് നല്ല അടിപൊളി പറമ്പാണ്. പുല്ലാളൂർ അങ്ങാടി തന്നെ, പുല്ലാളൂർ അങ്ങാടിൻ്റെ ഹാർട്ടായിട്ട് നിൽക്കുന്ന സ്ഥലമാണ്. അപ്പം വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാരെ വിളിക്കുക. പുല്ലാളൂർ അങ്ങാടിയിൽ നിന്ന് റോഡിൻ്റെ മുകളിൽ നിന്ന് ഒരു 50-100 മീറ്റർ ഡിസ്റ്റൻസ് ദൂരമുള്ളൂ. ഈ സ്ഥലത്ത് 100 ഉണ്ടാവില്ല, ഒരു 50 മീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ. അടിപൊളി പ്ലോട്ടാണ്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കുക. ഈ സ്ഥലത്തിൻ്റെ ഒരു സൈഡിൽ കൂടെ ഫുള്ള് റോഡ് വരുന്നുണ്ട് കേട്ടോ. ഈ സൈഡ് ഭാഗത്ത് കൂടെ മുൻവശത്തൂടെ നല്ല റോഡ് കഷ്ണം നമുക്ക് ഫ്രണ്ടേജ് വരുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരെ വിളിക്കുക. നമ്മളെ ഈ സ്ഥലത്തിന് സെൻറ്റിന് ചോദിക്കുന്ന വില 5.5 ലക്ഷം രൂപയാണ്. പുല്ലാളൂർ അങ്ങാടിത്തെ വില കേട്ടോ പറയുന്നത്. അങ്ങാടിത്തെ സ്ഥലം കൊണ്ടാണ് ഈ റേറ്റ് പറയുന്നത്. അപ്പോൾ ആരും വില ഒന്നും കേട്ട് ഞെട്ടാന്ന് കണ്ട ഇത് അങ്ങനത്തെ സ്ഥലമാണ്. പുല്ലാളൂർ അങ്ങാടി നല്ലൊരു കണ്ണായിട്ട് ഒരു കുറച്ച് ഉയർന്നു നിൽക്കുന്ന നല്ലൊരു കണ്ണായിട്ടുള്ള സ്ഥലമാണ്. മൊത്തം 33 സെൻറ്റ് സ്ഥലം, 5.5 ലക്ഷം രൂപ സെൻറ്റിന് ചോദ്യം. നീ നടക്കാവത്തെ വിലയാണെന്നൊക്കെ ചോദിച്ചിട്ട് ആരും പറഞ്ഞു വേണ്ട കേട്ടോ. കാരണം പുല്ലാളൂർ അങ്ങാടിയിൽ നല്ല വില ഉണ്ട്. സെൻറ്റിന് 15 ലക്ഷം 10 ലക്ഷം റുപ്യൊക്കെ പുല്ലാളൂർ അങ്ങാടിയിൽ സെൻറ്റിന് വില ഉണ്ട്. അപ്പോൾ പുല്ലാളൂർ അങ്ങാടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ സ്ഥലം വരുന്നത്. അതുകൊണ്ടാണ് ഈ 5-6 ലക്ഷം റുപ്യൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ പറയും ഓവർ വിലയാണ് മറ്റേതൊക്കെ പറയും. ഓരോ അങ്ങാടിക്ക് അതിനനുസരിച്ചുള്ള വില ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അറിയാണ്ട് വെറുതെ വന്നിട്ട് ഓരോരുത്തർ കമൻറ്റ് ഇടും. അങ്ങനെ കമൻറ്റ് ഇടുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പുല്ലാളൂർ അങ്ങാടിയിൽ വന്നിട്ട് പുല്ലാളൂർ അങ്ങാടിയിൽ എന്ത് വില ഉണ്ടെന്ന് അന്വേഷിച്ചിട്ട് അങ്ങാടിൻ്റെ തൊട്ട ബാക്കിലുള്ള പറമ്പാണിത്. അപ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ സംസാരിക്കുക കേട്ടോ. അല്ലാണ്ട് വെറുതെ വന്നിട്ട് വില ഒന്നും അറിയാണ്ട് നടക്കാത്ത വില ചോദിക്കുന്നതെന്നും പറഞ്ഞിട്ടൊന്നും ആരും കമൻറ്റ് ഇടാൻ നിൽക്കണ്ട. അങ്ങനെ കുറേ പേരില്ലാത്ത ആൾക്കാരുണ്ട്. നിങ്ങൾ സ്ഥലത്ത് പോയിട്ട് അന്വേഷിച്ചിട്ട് മാത്രം നിങ്ങൾ അവിടുത്തെ വിലയൊക്കെ അന്വേഷിച്ചിട്ട് മാത്രം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. കാരണം വിലയൊക്കെ നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം എടുത്താൽ മതി. ആരും ഇത് എടുക്കാൻ വേണ്ടി ഞാൻ നിർബന്ധിക്കുന്നില്ല. കാരണം അങ്ങാടിക്കുള്ളിൽ ഇങ്ങനത്തെ നല്ലൊരു പ്ലോട്ട് വേണമെങ്കിൽ നമ്മൾ ഈ റേറ്റ് കൊടുത്താൽ മതിയാവും. അങ്ങനത്തെ നല്ലൊരു അടിപൊളി സ്ഥലമാണ്. പല ആൾക്കാർ കമൻറ്റ് ഇടാൻ വേണ്ടി കാത്തിക്കും. അതും കയ്യിൽ 5 വയസ്സില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. ഇവർ വെറുതെ വന്ന് കമൻറ്റ് ഇടും. അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ കമൻറ്റ് ഇട്ട് നിങ്ങളെ സ്വയം വില പോക്കാന്നല്ലാണ്ട് വേറൊരു കാര്യമില്ല. ഇവിടെ വന്നിട്ട് യഥാർത്ഥത്തിൽ വില ചോദിക്കുക. പിന്നെ ഈ സ്ഥലത്തിനൊന്നും വില ഇടുന്നത് ഞാനല്ല, ഇതിൻ്റെ ഓണർമാർ പറയുന്ന വിലയാണ്. അല്ലെങ്കിൽ ഇവിടുത്തെ മാർക്കറ്റിൽ ഏകദേശം നമുക്ക് അറിയുന്നൊരു വിലയൊക്കെ ആണെങ്കിൽ നമ്മൾ പറയുക. അന്ന് അവർ വില പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുതലാളിൻ്റെ സ്ഥലമാണെങ്കിൽ നമ്മളെ വീഡിയോയിൽ ചെയ്യൂല. ഇവിടെ മാർക്കറ്റ് ഈ വില ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഇത് ഇടുന്നത്. മൂപ്പര് ചോദിച്ചതും മോശമില്ലാത്ത ഇവിടെ ഉള്ള ഒരു മാർക്കറ്റ് റേറ്റാണ് ചോദിച്ചത് കൊണ്ടാണ് ഇത് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അല്ലാണ്ട് മാർക്കറ്റിലില്ലാത്ത വലിയൊരു വില പറഞ്ഞിട്ടൊന്നും നമ്മൾ അങ്ങനത്തെ ഒരു വീഡിയോ ഒന്നും യാതൊരു കാരണവശാലും നമ്മളെ ചാനലിൽ ഇടൂല.
അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. കുറേ ആൾക്കാർ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ കമൻ്റൊക്കെ ഇടും. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ആദ്യം പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.